ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലായിട്ട് വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഉദ്ഘാടനത്തിന് വരുന്ന മതയാനകളെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഉദ്ഘാടനത്തിന് ശരീരഭാഗങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിച്ചുകൊണ്ട് വരുന്ന കുറച്ച് അലവലാതിയായിട്ടുള്ള പെണ്ണുങ്ങളുണ്ട്. അവരെ കുറിച്ചിട്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതുപോലെയുള്ള അലവലാതികളെയൊക്കെ കൊണ്ടുവരുന്ന സംഘാടകരെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ശരിക്കും എന്തുവാ, കാണുന്ന ആളുകൾക്കൊരു മനസ്സുഖമെന്ന് കരുതിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ശരിക്കും ഇതൊക്കെ കണ്ടാൽ ഛർദ്ദിക്കാനാണ് മുട്ടുന്നത്, മനസ്സുഖമൊന്നും അല്ല തോന്നുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ, ഇതുപോലെയുള്ള വെറുവായ്ക്കൽ കെട്ട ആളുകളെ കൊണ്ടുവരുന്ന സംഘാടകർ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു വീഡിയോ നോക്ക്. കേരളത്തിലെ ആദ്യത്തെ എപ്പിക് ഷോറൂമിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മൈജി. കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ആ മഞ്ജു വാര്യർ വരുന്ന വരവ് കണ്ടില്ലേ. ഇതുപോലെയാണ് മഞ്ജു വാര്യർ, നവ്യ നായർ, ഇവരൊക്കെ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ആളുകളാണ്. അവരൊക്കെ എത്ര മാന്യമായ രീതിയിലുള്ള വേഷവിധാനങ്ങളാണ് ചെയ്യുന്നത്. അവരുടെ വേഷമൊക്കെ കണ്ടു കഴിഞ്ഞാലും, അവർ നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാലും എല്ലാവരും റെസ്പെക്റ്റോട് കൂടി മാറി നിൽക്കും ഇരുവശത്തേക്കും. അതാണ് മനുഷ്യ സ്ത്രീ എന്ന് പറയുന്നത്. അല്ലാണ്ട് എന്തും കാണിച്ച് പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നടക്കുന്ന ഇവറ്റകളെയൊക്കെ മൃഗങ്ങളെക്കാളും കഴിപ്പണം കെട്ടതെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാണ്ട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നമ്മൾ ഒരുപാട് കാണുന്നതാണ്. സീരിയൽ രംഗത്തുള്ള പല ആളുകളും ഉദ്ഘാടനത്തിന് വരുന്നു. സിനിമാ നടികളെല്ലാം വരുന്നുണ്ട് ഉദ്ഘാടനത്തിന്. മഞ്ജു വാര്യറായാലും നവ്യ നായരായാലും അതുപോലെ തന്നെ ശോഭന മാം ആയാലും ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ എത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് വസ്ത്രധാരണത്തിൽ കയറി വരുന്നത്. പ്രത്യേകിച്ച് മഞ്ജു വളരെയധികം പക്വതയോട് കൂടിയാണ് വരുന്നത്. അവരൊക്കെ വരുന്ന ഷോകളിലൊക്കെ എന്തുമാത്രം ആളുകളാണ് ഇരച്ചു കയറുന്നത് അവരെ കാണാനായിട്ട്. എത്ര റെസ്പെക്റ്റോട് കൂടിയാണ് അവര് പോലും മറ്റുള്ളവരോട് പെരുമാറുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇതുപോലെയുള്ള കേടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടന കർമ്മത്തിലേക്ക് കൊണ്ടുവന്ന് ആനയെ നെറ്റിപ്പട്ടം കെട്ടി നിർത്തുന്നത് കണക്ക് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ശരിക്കും നമ്മുടെ നാടിൻ്റെ ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ഓരോ മനുഷ്യരുടെയും മനസ്സ് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും 10 പേര് കൂടണം, പണം ഉണ്ടാക്കണം എന്നൊരു ഒരു വൃത്തികെട്ട മൈൻഡായിപ്പോയി ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പല മനുഷ്യരുടെയും മൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ ഇതുപോലെയുള്ള സാധനങ്ങളെയൊക്കെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഉദ്ഘാടന വേദികളിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത്. ശരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ദേഷ്യം വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്കൊക്കെ ഒരു പാരമ്പര്യമില്ലേ? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ കേരളത്തിലല്ലേ നമ്മളൊക്കെ താമസിക്കേണ്ടത്? ഇവളുമാർക്കോ നാണോ ഇല്ല, മാനോ ഇല്ല, മര്യാദയില്ല. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചും കോലം കെട്ടിയും ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ നമുക്കെങ്കിലും ഒരു വകതിരിവ് വേണ്ടേ? സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്, കുട്ടികളുണ്ട്. ഇതെല്ലാം അവരനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണുന്നതാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും കയ്യിലൊരു മൊബൈൽ ഫോണും ക്യാമറയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതണ്ടനും അടകോടനും കാണിക്കുന്ന കൂത്താട്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് റീൽസിൻ്റെ പേരിൽ. ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ രേണുസുതി പോലും ഉണ്ട് അല്ലേ? അവരെ പറയുമ്പോൾ പലർക്കും പൊള്ളും, പലർക്കും അപ്പിയിടാൻ മുട്ടും. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നോ പ്രോബ്ലം. ആരെന്ത് പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ വന്നിരുന്ന് പറയുക തന്നെ ചെയ്യും. കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചെവി പൊത്തിയിട്ട് മാറി നിന്നാൽ മതി. അപ്പോൾ എന്തായാലും വളരെ മോശം. ഇതുപോലെയുള്ള അലവലാദികളെ വിളിച്ച് ഉദ്ഘാടന വേദികളിൽ കൊണ്ടുവരാതിരിക്കുക. ഇത്രേ പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനി പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി കൂടിപ്പോവും.
അപ്പോൾ ഇനി എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് തരണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് തരണം, കമൻറ്റ് ഉറപ്പായിട്ടും വേണം. എന്നാലേ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.